വൽ അസർ, അസർ എന്ന സൂറത്തുണ്ട്. വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ എന്ന് പറഞ്ഞു. ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ് സബ്ർ എന്ന് പറഞ്ഞു. मगर उसकी याद बनी रह जाती है. कुछ ऐसे महान लोग होते हैं जिनके न रहने के बाद भी लोग होते हैं. ഓക്സിജൻ, ഫുഡ് ആൻഡ് വാട്ടർ ആർ സം ഓഫ് കൺവീനിയൻസ് ഓഫ് ഡെയിലി ലൈഫ് ദാറ്റ് ട്രീസ് ഗിവ് us. മരങ്ങൾ നമുക്ക് തരുന്നത്. ഞാൻ മരത്തിനെ കുറിച്ച് കഴിഞ്ഞ എപ്പിസോഡിൽ കുറച്ച് ഇംഗ്ലീഷ് പറഞ്ഞായിരുന്നു. അപ്പൊ അതൊരു ചെറിയ ആശയമാണ്, ചെറിയ ഇതാണ്. പക്ഷെ അതിനകത്ത് ചിന്തിക്കുകയാണെങ്കിൽ ആ രണ്ട് കാര്യം മതി നമുക്ക്. ചിന്ത ഖുർആൻ പല ഫലങ്ങളിലും പറഞ്ഞിട്ടുണ്ട്, ചിന്തിക്കുക എന്ന് പറയും. ഓരോ സംഭവങ്ങൾ പറഞ്ഞിട്ട് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ, നിങ്ങൾ കാണുന്നില്ലേ, അതിലേക്ക് നോക്കുന്നില്ലേ എന്നൊക്കെ പറയാറുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ സൂറത്ത് വളരെ ചെറിയൊരു സൂറത്താണ്. അപ്പൊ ഈ സൂറത്ത് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട രണ്ട് കാര്യമാണ് നേരത്തെ പറയുന്നത്. വത്തവാസൗ ബിൽ ഹഖ് വത്തവാസൗ ബിസ് സബ്ർ എന്നാണ്. നമുക്ക് കേൾക്കുമ്പോൾ ഇത് വളരെ നിസ്സാരമായിട്ട് തോന്നാം, പക്ഷെ അതിനകത്ത് എല്ലാ കാര്യങ്ങളും അടങ്ങിയിട്ടുണ്ടെന്നുള്ളതാണ് ആ സൂറത്തിൽ. അതുപോലെ തന്നെ ഈ ഇപ്പൊ വത്തീനി വസ്സൈത്തൂനി വത്തൂരി സീനീന വഹാദൽ ബലദിൽ അമീൻ ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം സുമ്മ റദദ്നാഹു അസ്ഫല സാഫിലീൻ. അതെന്താ പറയണ? സൂര്യസീന പർവ്വതനിരയും അത്തിമരത്തെയും ഒലിമരത്തെയും കൊണ്ട് അള്ളാഹു സത്യം ചെയ്ത് പറയുകയാണ്. ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം എന്ന് പറഞ്ഞ മനുഷ്യനെ നാം ഏറ്റവും സുന്ദര രൂപത്തിൽ, സുന്ദര ഘടനയിൽ സൃഷ്ടിച്ചിരിക്കുന്നു. ഏറ്റവും സുന്ദര രൂപത്തിൽ സൃഷ്ടിച്ചിരിക്കുന്ന സൃഷ്ടി മനുഷ്യനാണ്. എന്നിട്ട് അടുത്ത വാചകം എന്താ പറഞ്ഞ? സുമ്മ റദദ്നാഹു അസ്ഫല സാഫിലീൻ എന്ന് പറഞ്ഞ, എന്നിട്ട് നാം അവരെ അധമരിൽ അധമന്മാരാക്കി തീർക്കുന്നു. കണ്ടാ, ഈ രണ്ടും വൈരുദ്ധ്യങ്ങളായ കാര്യങ്ങളാ പറയണം. ഒന്ന് സുന്ദര രൂപത്തിൽ സൃഷ്ടിച്ചിരിക്കുന്നു, എന്നിട്ട് പറയണ അവരെ അധമരിൽ അധമന്മാരാക്കി തീർന്നു. ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി ഫലഹും അജ്റുൻ ഗൈറു മംനൂൻ ഫമാ യുകദ്ദിബുക ബഅദു ബിദ്ദീനി അലൈഹിസ്സല്ലാഹു ബിഅഹ്കമിൽ ഹാകിമീൻ എന്ന് പറയണം. അപ്പൊ ഇതുപോലെ ഖുർആനിലെ ഓരോ കാര്യങ്ങൾ പറഞ്ഞേക്കണം. നമ്മൾ കൃത്യമായിട്ട് അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെതായ രീതിയിൽ ഉൾക്കൊണ്ടു പോകാൻ പറ്റും. ഇപ്പൊ നമസ്കാരത്തിലാണെങ്കിലും ഇങ്ങനെ ആയത്ത് സൂറത്തുകൾ പഠിച്ച് അതിന്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കി നമുക്ക് നമസ്കാരത്തിൽ സൂക്ഷ്മത കിട്ടും. അലിഫ് ലാം മീം ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൻ ലിൽ മുത്തഖീൻ. എന്താ പറഞ്ഞ? ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൻ ലിൽ മുത്തഖീൻ. സൂക്ഷ്മത പാലിക്കുന്നവർക്ക് വഴികാട്ടുന്ന ഗ്രന്ഥമാണ്, അതിൽ യാതൊരു സംശയമില്ല എന്ന് പറയണം. ലാ റൈബ ഫീഹി ഹുദൻ ലിൽ മുത്തഖീൻ. സൂക്ഷ്മത പാലിക്കുന്നവർക്ക് നേർവഴി കാട്ടുന്ന ഗ്രന്ഥമാണ് ഇതെന്ന് പറയണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഖുർആൻ പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ ഇതിനെക്കുറിച്ച് ആഴത്തിൽ പഠിക്കുന്നത്, പ്രത്യേകിച്ച് മുസ്ലിങ്ങളും ഇത് അറബി ആയതുകൊണ്ട് നമ്മുടെ ഇവിടെയൊക്കെ ഉള്ളവർക്ക് ഇത് കൂടുതൽ ഇത് ഓതാൻ തന്നെ ശരിക്കും ഹറഫ് തിരിച്ച് സദ്ദും മദ്ദും ഹറഫും തിരിച്ച് ഓതാൻ തന്നെ നമുക്ക് അറിയത്തില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ സത്യം. ഇതിനെക്കുറിച്ച് പഠിക്കുന്നില്ല, വളരെ ഇതായിട്ടുണ്ട്. ഇപ്പൊ സുഹൃത്ത് നമ്മൾ നിത്യേന നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമുണ്ട്. നമ്മൾ വളരെ ഗൗരവം എടുക്കാത്ത കാര്യങ്ങളാണത്. അത് വളരെ വൻപാപത്തിൽപ്പെട്ടാണ്. വൈലുല്ലി കുല്ലി ഹുമസത്തിൽ ലുമസത്തിനില്ലദീ ജമഅ മാലൻ വഅദ്ദദ യഹ്സബു അന്ന മാലഹു അഖ്ലദ കല്ലാ ലയുംബദന്ന ഫിൽ ഖുതമ വമാ അദ്റാക മൽ ഖുതമ നാറുല്ലാഹിൽ മൂഖദത്തുല്ലതി തത്വലിഉ അലൽ അഫ്ഇദ ഇന്നഹാ അലൈഹിം മുഅ്സദ ഫീ അമദിൻ മുമദ്ദദ. വളരെ ചെറിയ സൂറത്താണ് ഇതൊക്കെ. അതിനകത്ത് എന്താ പറഞ്ഞ? നമ്മൾ നിത്യേന ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവമാണ്. ഗൗരവം മനസ്സിലാക്കാതെ മറ്റുള്ളവരെ കുത്തി ഹുമസ എന്ന് പറഞ്ഞ സൂറത്താണത്. കുത്തി നോയിക്കുന്നതാണ് ആ സൂറത്തിന്റെ പേര്. മറ്റുള്ളവരെ ഇടിച്ചു താഴ്ത്തുകയും പരദൂഷണം പറയുന്നവർക്ക് വമ്പിച്ച നാശം എന്നാണ് ആ സൂറത്ത് പറയുന്നത്. എന്നിട്ട് പറയുന്നത് എന്താ? വൈലുല്ലി കുല്ലി ഹുമസത്തിൽ ലുമസത്തിനില്ലദീ ജമഅ മാലൻ വഅദ്ദദ യഹ്സബു അന്ന മാലഹു അഖ്ലദ കല്ലാ ലയുംബദന്ന ഫിൽ ഖുതമ വമാ അദ്റാക മൽ ഖുതമ. അങ്ങനെ വേണ്ട, നിങ്ങളെ ഹുത്തുമയിൽ അറിയപ്പെടുന്നു. വമാ അദ്റാക മൽ ഖുതമ. എന്താണ് ഹുത്തുമ? നാറുല്ലാഹിൽ മൂഖദത്തുല്ലതി. ചൂടേറിയ അഗ്നിയാണ്, അള്ളാഹുവിന്റെ ചൂടേറിയ അഗ്നിയാണ്. നാറുല്ലാഹിൽ മൂഖദത്തുല്ലതി തത്വലിഉ അലൽ അഫ്ഇദ ഇന്നഹാ അലൈഹിം മുഅ്സദ ഫീ അമദിൻ മുമദ്ദദ. ഇത് വളരെ ചെറിയൊരു സൂറത്താണ്. നമ്മൾ നിത്യേന നമസ്കാരത്തിൽ മിക്ക വഖത്തുകളിലും ഇത് ഓതുന്നതാണ്. പക്ഷെ ഇതിന്റെ അർത്ഥവും മനസ്സിലാക്കൂല. നമ്മൾ നിത്യേന ഓരോ സ്ഥലങ്ങളിൽ പോയിട്ട് മറ്റുള്ളവരുടെ കുറ്റവും ഇതൊക്കെ അതിന് ഗൗരവം മനസ്സിലാക്കാത്തതുകൊണ്ട് പറയുന്നതാണ്. മനസ്സിലായ? അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ എന്നുള്ള സൂറത്തുണ്ട്. അത് മനുഷ്യൻ നഷ്ടത്തിൽ തന്നെയാണെന്നല്ലേ പറഞ്ഞത്. അതിന്റെ കാംനെസ് ദാറ്റ് അറൈസസ് ഫ്രം ദ കോൺഷ്യസ്നെസ് വൺ ഈസ് പവർഫുൾ ഇൻ ദ കോൾഡ് ക്വൈറ്റ് ഓഫ് പറഞ്ഞവരാണ്.
എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ശാന്തതയെ കുറിച്ചാണ് പറയുന്നത്, മനുഷ്യന്റെ ക്ഷമാശീലതയെ കുറിച്ചാണ് പറയുന്നത്. അത് ഇംഗ്ലീഷിൽ ഒരു പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇംഗ്ലീഷിൽ പറഞ്ഞേക്കുന്ന പുസ്തകത്തിലെ വേർഡ്സ് ആണ് ഞാൻ പറഞ്ഞത്. കാംനെസ് ദാറ്റ് അറൈസസ് ഫ്രം ദ കോൺഷ്യസ്നെസ് വൺ ഈസ് പവർഫുൾ ഈസ് കോൾഡ് ക്വൈറ്റ് ഓഫ് ഫോർ എന്ന് പറയും. അപ്പൊ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വേദഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ട്, നമ്മുടെ ഖുർആനിൽ പറയുന്നുണ്ട്. ഒരുപാട് എല്ലാ വേദഗ്രന്ഥങ്ങളും നന്മയെ പഠിപ്പിക്കുന്നത്. പക്ഷെ നമ്മളത് ഉൾക്കൊള്ളണില്ല. നമ്മൾ ഞാൻ പ്രാർത്ഥിക്കുന്ന അനുസരിച്ച് പ്രവർത്തിക്കണ്ടേ. ഹനീഫൻ മുസ്ലിം എന്നും പറഞ്ഞാൽ നമ്മൾ പ്രാർത്ഥിക്കണം. എന്താണ് ഹനീഫൻ മുസ്ലിമൻ? ഹനീഫൻ മുസ്ലിമൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ ഭയങ്കര ഋജുവായ അനുസരണയുള്ള മുസ്ലിമനാണെന്ന് പറയണം. ഭയങ്കര അനുസരണ. നമ്മൾ പള്ളിയുടെ നട ഇറങ്ങി കഴിഞ്ഞാൽ നമ്മുടെ അനുസരണ പോയി. ഇതെന്താണ് പറയുന്നതെന്ന് നമുക്കറിയില്ല. അള്ളാഹുവിനോട് നമ്മൾ നേരിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് നമസ്കാരത്തിൽ. അതിനെക്കുറിച്ച് നമുക്കറിയില്ല. അപ്പൊ മനുഷ്യനെ മൃഗങ്ങളെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. മനുഷ്യനെ മൃഗങ്ങളെ കുറിച്ച് വൽ ആദിയാതി ലബ്ഹാ ഫൽമൂരിയാതി ഖദ്ഹാ ഫൽമുഗീറാതി സുബ്ഹാ ഫഅഫർന ബിഹി നഖഹാ ഫവസത്ന ബിഹി ജംആ. കണ്ടാ, ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്. കണ്ടാ, പടക്കളത്തിലേക്ക് കുതിച്ചും കിതച്ചും ഓടി വരുന്ന കുതിര. കണ്ടാ, പടക്കളത്തിലേക്ക് കിതച്ചും കുതിച്ചും ഓടി വരുന്ന കുതിര, പൊടിപടലം പറത്തിക്കൊണ്ട് ഓടി വരുന്ന കുതിര, പാറയിൽ തീ പറപ്പിച്ചുകൊണ്ട്, കൊളമ്പടിയുടെ പാറയിൽ തീ പറപ്പിച്ചുകൊണ്ട് ഓടി വരുന്ന കുതിര. ഇങ്ങനെ കുറെ കാര്യങ്ങൾ വെച്ച് അള്ളാഹ് സത്യം ചെയ്ത് പറയുകയാണ്. എന്നിട്ട് അടുത്ത വാക്കെന്താ പറഞ്ഞ? ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്. മനുഷ്യൻ തീർച്ചയായും തന്റെ നാഥനോട് നന്ദികേട് കാണിക്കുന്നവനായിരിക്കും. എന്താ, ആ പ്രഭാതത്തില് യുദ്ധക്കളത്തിലേക്ക് ഭയങ്കര ഇതായിട്ട് യജമാന്റെ ഓർഡർ അനുസരിച്ച് കുതിര അനുസരണശീലയോട് പോകുന്നു, മനുഷ്യൻ നന്ദികേട് കാണിക്കുന്നു. ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ് ഇന്നഹു അലാ ദാലിക ലശഹീദ്. അവൻ തന്നെ അതിന് സാക്ഷിയുമാണ്. എന്താ, ഇങ്ങനെ ഓരോ കാര്യങ്ങൾ വളരെ ഇതായിട്ട് പറഞ്ഞിട്ടുണ്ട് ഖുർആനിൽ. അപ്പൊ ഞാൻ ഇത് പറയാൻ കാരണം എന്താണെന്നറിയോ? ഞാൻ ഇത് പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും പറയണം. അപ്പൊ നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ, നന്മയുള്ള കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. അതാണ് ഫദക്കിർ ഇന്നമാ അൻത മുദക്കിർ. നിങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കണം. നിർബന്ധിക്കാൻ നിൽക്കണ്ട, നിങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കണമെന്ന് പറഞ്ഞു. ഫദക്കിർ ഇന്നമാ അൻത മുദക്കിർ. എന്താ, അതും അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ. അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്. ഒട്ടകങ്ങളിലേക്ക് നിങ്ങൾ നോക്കുന്നില്ലേ? ആ ഒട്ടകത്തിന്റെ സൃഷ്ടിപ്പിലേക്കാണ് നോക്കാൻ പറഞ്ഞത്. അതിന്റെ സൃഷ്ടിപ്പിൽ ഒരുപാട് സംഭവങ്ങളുണ്ട്. അതുകൊണ്ടാണ് ആ ഒട്ടകങ്ങളിലേക്ക് നിങ്ങൾ നോക്കുന്നില്ലേ എന്ന് ചോദിച്ചത്. ആകാശങ്ങളിലേക്ക് നിങ്ങൾ നോക്കുന്നില്ലേ? അവ എങ്ങനെയാണ് ഉയർത്തി നാട്ടപ്പെടുത്തിയിരിക്കുന്നത്? ഉയർത്തി നിർത്തിയിരിക്കുന്നത് എങ്ങനെയാ? വളരെ പില്ലറും ഉണ്ടാന്ന് നോക്കി. അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്. ഒട്ടകങ്ങളിലേക്ക് നിങ്ങൾ നോക്കുന്നില്ലേ? അതിന്റെ സൃഷ്ടിപ്പിലേക്ക് നോക്കിയാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാവും. അപ്പൊ അതുകൊണ്ടാണ് അതിന്റെ സൃഷ്ടിപ്പിലേക്ക് നോക്കാൻ പറഞ്ഞത്. ആകാശങ്ങളിലേക്ക് നിങ്ങൾ നോക്കുന്നില്ലേ? ഭൂമിയിലേക്ക് നിങ്ങൾ നോക്കുന്നില്ലേ? ഭൂമിയെ നാം എങ്ങനെയാണ് പരത്തപ്പെട്ടിരിക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ എന്ന് ചോദിക്കുന്നു. അപ്പൊ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇതിനകത്ത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഇത് പഠിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വലഖദ് അളല്ല മിൻകും ജിബില്ലൻ കസീറാ. ഇബ്ലീസ് അള്ളാഹിനോട് ശപഥം ചെയ്തേക്കണം. യാസീനിലെ ഇതാണ് പറഞ്ഞത്. വലഖദ് അളല്ല മിൻകും ജിബില്ലൻ കസീറാ. അധികരിച്ച പേരെയും ഞാൻ വഴിപിഴപ്പിക്കുമെന്ന് പറഞ്ഞേക്കണം. മനസ്സിലാ? എന്നിട്ട് നിങ്ങൾ അതിനെ കുറിച്ച് ചിന്തിക്കുന്നില്ലേ എന്നാണ് അടുത്ത വേർഡ് അള്ളാഹ് ചോദിക്കുന്നത് ഖുർആനിൽ. ഇതൊന്നും നമ്മ പഠിക്കുന്നില്ല. അതാണ് അതിന്റെ പ്രശ്നം. അപ്പൊ ഇൻസാൻ ചലാ ജാത്താ ഹെ എന്ന് പറയും. മഗർ ഉസ്കി യാദ് ബനി രഹ ജാത്തി ഹെ. കുച്ച് ഐസെ മഹാ ലോഗ് ഹോത്തെ ഹെ ജിൻകെ ന രഹനെ കെ ബാദ് ഭി ലോഗ് ഹോത്തെ ഹെ. എന്താണ്? മനുഷ്യർ കടന്നു പോകുന്നു എന്ന് പറഞ്ഞാൽ അത് മനുഷ്യൻ മരിച്ചു പോകുന്നു. പാസ്ഡ് അവേ. മനുഷ്യർ മരിച്ചു പോകുന്നു എന്നാണ് പറയുന്നത്. മഗർ ഉസ്കി യാദ് ബനി രഹ ജാത്തി ഹെ. കുച്ച് ഐസെ മഹാ ലോഗ് ഹോത്തെ ഹെ ജിൻകെ ന രഹനെ കെ ബാദ് ഭി ലോഗ് ഹോത്തെ ഹെ. മനസ്സിലായ? അപ്പൊ ഇതുപോലുള്ള കുറെ കാര്യങ്ങൾ ഹിന്ദി ആണെങ്കിലും മലയാളം ആണെങ്കിലും തമിഴാണെങ്കിലും ഖുർആനാണെങ്കിലും വേദഗ്രന്ഥം നമ്മൾ പഠിക്കണം. അതിനകത്ത് പ്രാഥമിക കാര്യങ്ങൾ നമുക്ക് അത്യാവശ്യം വേണ്ട ഒരു സംഭവങ്ങളും വേണമെങ്കിലും പഠിക്കണം. ഇത് പഠിക്കാതെ നമ്മളിത് അള്ളാഹുവിനോട് നമ്മൾ എന്താ പറയണത്? ഫാത്തിഹ ഓതുന്നുണ്ട്. ഫാത്തിഹയിൽ നമ്മൾ എന്ത് പറയണം? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. നേരായ മാർഗത്തിൽ നീ ഞങ്ങളെ നയിക്കണമേ തമ്പുരാനെ. നേരായ മാർഗത്തിൽ നയിക്കണമേ തമ്പുരാനെ എന്ന് പറഞ്ഞിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഓട്ടോറിക്ഷയിൽ കാശ് കൂടുതൽ മേടിച്ചാൽ നേരായ മാർഗമാവോ? ആവോ? അപ്പൊ ഇത് ഞാൻ ഈ പ്രാർത്ഥിക്കുന്ന അനുസരിച്ച് പ്രവർത്തിക്കണം. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, നേരായ മാർഗത്തിൽ നീ ഞങ്ങളെ നയിക്കണമേ തമ്പുരാനെ. സത്യത്തിന്റെ മാർഗത്തിൽ നമ്മളെ നയിക്കണം. മനസ്സിലായ? അപ്പൊ നമ്മളെ ഈ ഭൂമിയിൽ അള്ളാഹു എല്ലാ സാധനങ്ങളും സൃഷ്ടിച്ചാണ്.
ഓക്സിജൻ, ഫുഡ് ആൻഡ് വാട്ടർ ആർ സം ഓഫ് കൺവീനിയൻസ് ഓഫ് ഡെയിലി ലൈഫ് ദാറ്റ് ട്രീസ് ഗിവ് us. മരങ്ങൾ നമുക്ക് തരുന്നത്, ഞാൻ മരത്തിനെ കുറിച്ച് കഴിഞ്ഞ എപ്പിസോഡിൽ കുറച്ച് ഇംഗ്ലീഷ് പറഞ്ഞായിരുന്നു. അപ്പൊ അള്ളാഹു ഈ ഭൂമിയിലെ സൃഷ്ടിപ്പ്, സസ്യജാലങ്ങൾ നമുക്ക് വേണ്ടി എല്ലാം സൃഷ്ടിച്ചു വെച്ചേക്കാണ്. നമ്മളെ അഹങ്കാരം, അൽഹാക്കുമുത്തക്കാഫുർ, അന്യോന്യം പെരുമ പറയൽ നിങ്ങളുടെ ശ്രദ്ധ തിരിച്ചിരിക്കുന്നു. ഹത്താ സുർതുമുൽ മഖാബിർ, നിങ്ങൾ കബറിടങ്ങൾ സന്ദർശിക്കുന്നത് വരെ, അതായത് നിങ്ങളുടെ മരണം വരെ അങ്ങനെ തന്നെ ചെയ്യും. കല്ലാ സൗഫ തഅലമൂന തുമ്മ കല്ലാ സൗഫ തഅലമൂൻ, അങ്ങനെ വേണ്ട, അങ്ങനെ വേണ്ട. കല്ലാ ലൗ തഅലമൂന ഇൽമൽ യഖീൻ, പിന്നീട് നിങ്ങൾക്ക് മനസ്സിലാവും. കല്ലാ ലൗ തഅലമൂന ഇൽമൽ യഖീൻ ലതറബുന്നൽ ജഹീമ തുമ്മ ലതറബുന്നഹാ ഐനൽ യഖീൻ, ദൃഢമായ അറിവ് നിങ്ങൾക്കുണ്ടായിരുന്നുവെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യുമായിരുന്നില്ല അള്ളാഹ് പറയുന്നു. അപ്പൊ ഉറച്ച അറിവ്, ദൃഢമായ അറിവ് നമുക്കുണ്ടെങ്കിലാണ് നമ്മൾ ഓരോന്നും ചെയ്യാതിരിക്കുള്ളൂ. ഉറപ്പാണ് ഈ സംഭവം. ഇപ്പൊ ഒരു 12 14 കെട്ടിടത്തിന്റെ മുകളിൽ കയറിയിട്ട് നമ്മളോട് ചാടാൻ പറയാൻ ചാടൂല. എന്താ? ഉറപ്പാണ് നമ്മൾ മരിക്കുള്ളൂ, നമ്മുടെ കയ്യും കാലോടി നമ്മൾ മടിക്കുന്നു എന്ന് പറഞ്ഞ പോലെ എല്ലാത്തിനും ഒരു വിശ്വാസം വേണം. അപ്പൊ ഈമാനില്ല, നമുക്ക് ഈമാൻ കുറവാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇതിനെക്കുറിച്ച് പഠിക്കാതെ വെറുതെ 5 നേരം നിസ്കരിക്കും. ഞാൻ അടക്കോട്ടാ, ഞാൻ എന്റെ കാര്യം കൂടിയാ പറഞ്ഞത്. അപ്പൊ ഇത് വെറുതെ നിസ്കരിച്ചു പോകും. എന്നിട്ട് വഴിയിലിറങ്ങിയിട്ട് വൈലുല്ലി ഹുമസ എന്ന സൂറത്തിനെ എതിരായിട്ട് നമ്മൾ സംസാരിക്കും. ഓതിയിട്ട് തന്നെയാണ് അവിടെ ഹുമസ ഉസ്താദ് ഓതി അതിനൊക്കെ ഇതൊക്കെ പറഞ്ഞ് നമ്മൾ നിസ്കരിച്ചിട്ടാ വേണ്ടത്. അപ്പൊ ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. ദ ഗ്രീൻ ലീവ്സ് ഓഫ് ട്രീസ് ഗിവ് ഔട്ട് എ ലോട്ട് ഓഫ് വാട്ടർ വേപ്പർ ഇൻ ദ അറ്റ്മോസ്ഫിയർ ആണ്. അന്തരീക്ഷത്തിലേക്ക് വെള്ളം നീരാവിയായിട്ട്, ഈ വെയില് അടിച്ചിട്ട് ചൂടാണ് ഈ സാധനം, പച്ചപ്പിൽ നിന്ന്, ഇലയിൽ നിന്നൊക്കെ, കുളത്തിൽ നിന്നും ഒക്കെ വെള്ളം നീരാവിയായിട്ട് പോയിട്ടാണ് മഴ പെയ്യുന്നത്. അപ്പൊ എല്ലാ കാര്യത്തിനും അള്ളാഹു സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട് ഒരു സംഭവം. ഇത് നമ്മൾ നശിപ്പിച്ചു കളഞ്ഞാൽ എന്താ അവസ്ഥ? ഇതാണ് അവസ്ഥ. മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു, മനുഷ്യനും മതങ്ങളും ദൈവങ്ങളും കൂടി മണ്ണു പങ്കുവച്ചു, മനസ്സു പങ്കുവച്ചു. മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു. ഹിന്ദുവായി, മുസൽമാനായി, ക്രിസ്ത്യാനിയായി, നമ്മളെ കണ്ടാലറിയാതായി, ഇന്ത്യ ഭ്രാന്താലയമായി, 1000 മാനവ ഹൃദയങ്ങൾ ആയുധപ്പുരകളായി. മനുഷ്യർ തെരുവിൽ മരിക്കുന്നു, ചെകുത്താൻ ചിരിക്കുന്നു. മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു. ഇത് 1975 യേശുദാസിന് ആദ്യമായിട്ട് സംസ്ഥാന അവാർഡ് കിട്ടിയ പാട്ടാണത്. 1975 വയലാർ എഴുതി, MS ബാബുരാജ് സംഗീതം ചെയ്ത്, യേശുദാസ് പാടി. മൂന്ന് മതത്തിൽപ്പെട്ട ആൾക്കാരാണ്, ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ. മനസ്സിലായ? അപ്പൊ ഇതിലത്തെ ഈ പാട്ടിന്റെ വരികളിലും ഉണ്ട്, ഈ പാട്ട് എഴുതിയവരിലും ഉണ്ട്, ഇത് പാടിയ എല്ലാ സംഗതികളിലും മതസൗഹാർദ്ദമുണ്ട്. അപ്പൊ നമ്മൾ മതസൗഹാർദ്ദത്തോടുകൂടി മുന്നേറണം എന്നാണ് ഈ പാട്ടുകളും കവിതകളും ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ പറയുന്നത്. വേദഗ്രന്ഥങ്ങളും അത് തന്നെ പഠിക്കണം. മനുഷ്യൻ ഇത് പഠിക്കാതെ വെറുതെ തമ്മിൽ ചെത്തിട്ട് കാര്യമുണ്ടാ? ഒരു കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ എല്ലാവരും നന്മയുടെ വക്താക്കളാകാൻ വേണ്ടി നന്മ പഠിക്കുക, നന്മ പഠിച്ച് മുന്നേറണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ഇത് പറഞ്ഞാൽ നിങ്ങൾ ഒന്നും വിചാരിക്കരുത്, ഇപ്പം വലിയ അറിവുള്ള ആളാണെന്നും വിചാരിക്കരുത്. വളരെ ചെറിയൊരു അറിവാണ് ഇത്. അവിടുന്ന് നിന്നൊക്കെ പഠിച്ചതാണ്, മതപ്രസംഗം കേട്ടിട്ട് പഠിച്ചിട്ടുണ്ട്. പിന്നെ കുറെ ഖുർആൻ പണ്ട് മുതൽ പഠിക്കാറുണ്ട്, ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഇടയിൽ ഇബ്ലീസ് കയറും. അപ്പൊ അതുകൊണ്ട് വലിയ അറിവുകാരനാണെന്നുള്ള രീതിയിൽ നിങ്ങൾ ചിന്തിക്കരുത്. അപ്പൊ ഇത് ഒരു സന്ദേശമാണ്. നമുക്കറിയാവുന്ന കാര്യങ്ങൾ ചെറുതാണെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുക്കുക, തിന്മയിൽ നിന്ന് മാറിയിക്കുക, അതിനുള്ളൊരു ശ്രമമാണ്. അപ്പൊ അതിനുവേണ്ടിയാണ് ഇത് പറയുന്നത്. ഓക്കെ, ബൈ.